ഈ ഒരു വീഡിയോയിൽ മിസ് പറയാൻ പോകുന്നത് നമ്മളുടെ ഡോക്ടേഴ്സിൻ്റെ സാലറിയാണ്. അപ്പോൾ ഡോക്ടേഴ്സിൻ്റെ സാലറിനെ കുറിച്ച് പറയുന്ന സമയത്ത് എല്ലാ ഡോക്ടേഴ്സിനും ഒരേ സാലറി അല്ല, അത് പല കാര്യങ്ങളനുസരിച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. അതിൽ ഒന്നാമത്തെ ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഡോക്ടേഴ്സ് എന്ന് പറയുമ്പം നമ്മൾ വെറും MBBS ഉള്ള ആൾക്കാരെ നമ്മൾ ഡോക്ടേഴ്സ് എന്നാണ് പറയാം. അതായത് നിങ്ങളുടെ MBBS കോഴ്സ് 5.5 വർഷമുള്ള നിങ്ങളുടെ MBBS കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഡോക്ടേഴ്സാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് MBBS കഴിഞ്ഞ ഒരാൾക്ക് കിട്ടുന്ന സാലറി അല്ല അതിനുശേഷം നമ്മൾ MD അല്ലെങ്കിൽ MS ചെയ്തൊരു ഡോക്ടർക്ക് കിട്ടുന്നത്. ഓക്കെ, ആൻഡ് ആ ഒരു സാലറി ആയിരിക്കില്ല ഇതിന് ശേഷം സൂപ്പർ സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ സൂപ്പർ സ്പെഷ്യലൈസേഷൻ എടുത്ത ഒരു ഡോക്ടർക്ക് കിട്ടുന്നത്. അത് അതിനേക്കാൾ ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ഫാക്ടർ, നിങ്ങൾ ഏത് ലെവലിലാണോ ഉള്ളത് എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ എത്രത്തോളം എക്സ്പീരിയൻസ്ഡ് ആണ്. നിങ്ങളുടെ എക്സ്പീരിയൻസിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങളുടെ സാലറിയിൽ വ്യത്യാസം വരും. മൂന്നാമത്തെ കാര്യം, നിങ്ങൾ എത്രത്തോളം എക്സ്പേർട്ടാണ്. ഇപ്പോൾ എത്ര എക്സ്പീരിയൻസ്ഡ് ആണെങ്കിൽ കൂടെ അതൊരു എക്സ്പേർട്ട് ആയിട്ടുള്ള നമ്മൾ പറയാറില്ല, ചില ഡോക്ടേഴ്സിന് ഒരു കൈപ്പുണ്യമുള്ള ഡോക്ടറാണെന്നൊക്കെ നമ്മൾ പറയില്ലേ. നമ്മളെപ്പോഴും അയാളുടെ അടുത്ത് തന്നെ പോവും, അല്ല ആ ഡോക്ടറുടെ അടുത്ത് തന്നെ പോവും. അല്ലെങ്കിൽ നമ്മൾ പറയും ആ ഡോക്ടറെ ചികിത്സിച്ച് കഴിഞ്ഞാൽ എൻ്റെ അസുഖം മാറും. അതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ചില ആൾക്കാർ ഡോക്ടർ ആവണം എന്ന് ആഗ്രഹിച്ച് വന്നവരുണ്ടാകും, സർവീസ് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാകും. അങ്ങനെ ആഗ്രഹിച്ച് ചെയ്യുമ്പം അത് പെട്ടെന്ന് ഫലിക്കുമെന്ന് നമുക്ക് പറയാം. ചില ആൾക്കാർ എന്തെങ്കിലും ഇഷ്ടമില്ലാതെ ഈ ഫീൽഡിൽ എത്തിയ ആൾക്കാരുണ്ടാകും. അവർക്ക് ഇതിൽ എത്രത്തോളം എന്താവാൻ പറ്റില്ല, എക്സ്പേർട്ട് ആവാനോ നമ്മൾ പറയില്ലേ ലെവൽസിലോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഈ പല കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളുടെ ഡോക്ടേഴ്സിൻ്റെ സാലറി ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇതിലേക്കൊക്കെ പോകുന്നതിന് മുൻപ് നിങ്ങളൊരു നല്ല ഡോക്ടർ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെയിനായിട്ട് സാലറി എയിം ചെയ്തിട്ട് ആവരുത് ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നത്. കാരണം ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ദൈവത്തിൻ്റെ ഒരു ലെവലിലല്ലേ കാണുന്ന ഒരു ജോലിയാണ്. അപ്പോൾ നമ്മളവിടെ മെയിൻ സാലറി മാത്രമാവരുത്. ഓഫ് കോഴ്സ് സാലറി വേണം, നമ്മൾ അത്രയും കഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പേയ്മെൻറ്റ് ഉണ്ടായിരിക്കണം. പക്ഷേ അതായിരിക്കരുത് നമ്മളുടെ എയിം. ഓക്കെ, നമ്മളുടെ എയിം എന്ന് പറയുമ്പോൾ സർവീസ് മൈൻഡഡ് തന്നെ ആയിരിക്കണം. അതിൻ്റെ ഒരു ഇതായിട്ട് നമുക്ക് സൈഡിൽ നമുക്ക് സാലറി കിട്ടണം. അത് നിങ്ങൾ ചെയ്യുന്നതിൻ്റെ തന്നെ ലെവലിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുകയും വേണം. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ ആദ്യം പറയാൻ വേണ്ടി പോകുന്നത് MBBS കഴിഞ്ഞൊരു ഡോക്ടർക്ക് എത്ര കിട്ടും, അതിനുശേഷം MD അല്ലെങ്കിൽ PG ചെയ്യുന്ന ഒരു ഡോക്ടർക്ക് എത്ര കിട്ടും, അതിനുശേഷം സൂപ്പർ സ്പെഷ്യലൈസേഷൻ കഴിഞ്ഞ ഡോക്ടേഴ്സിന് എത്ര സാലറി കിട്ടും, അതാണ് മിസ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. സോ ആദ്യം തന്നെ നിങ്ങൾ NEET UG എഴുതി കഴിഞ്ഞാൽ, അപ്പോൾ പല മക്കൾക്കും സംശയമുള്ളതായിരിക്കും. അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം മിസ്സിനോട് ലൈവ് പോയ സമയത്ത് ഒരു കുട്ടി ചോദിച്ചതായിരുന്നു, മിസ് UGയും PGയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്. UG എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അണ്ടർ ഗ്രാജുവേറ്റ് എക്സാം ആണ്. അതായത് നിങ്ങളുടെ ഈ MBBS കോഴ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ എഴുതുന്ന എൻട്രൻസ് എക്സാമിനേഷനാണ് NEET UG. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ എല്ലാവരും ഇപ്പോൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം നിങ്ങൾ MBBS കോഴ്സ് എടുക്കുന്നു. നിങ്ങൾ MBBS കോഴ്സ് എന്ന് പറയുന്നത് എത്രയാണ്, 5.5 വർഷം ഉണ്ടാവും. 4 ഇയർ നിങ്ങൾക്ക് എന്താണ് കമ്പൽസറി ആയിട്ടുള്ള നിങ്ങളുടെ കോഴ്സും, 4.5 വർഷം നിങ്ങളുടെ കോഴ്സും പ്ലസ് 1 വർഷം നിങ്ങൾക്ക് ഹൗസ് സർജൻസി എന്ന് പറയുന്ന ഒരു വർക്ക് ചെയ്യേണ്ട വരും നിങ്ങളൊരു ഹോസ്പിറ്റലിൽ. ഓക്കെ, അതാണ് നമ്മളുടെ 5.5 വർഷത്തെ നമ്മളുടെ MBBS കോഴ്സ്. അപ്പോൾ MBBS കഴിഞ്ഞ് നിങ്ങൾ ഈ 1 വർഷം വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തുണ്ടാകും, നിങ്ങൾക്ക് സ്റ്റൈപ്പൻഡ് ഉണ്ടാകും. ഓക്കെ, മിസ് പറയുന്നത് അതല്ല, സ്റ്റൈപ്പൻഡിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ അതൊക്കെ കഴിഞ്ഞ് നിങ്ങൾ 5.5 വർഷം കോഴ്സ് കഴിഞ്ഞ് നിങ്ങൾ എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്ന സമയത്തുള്ള നിങ്ങളുടെ സാലറിയാണ് പറയുന്നത്. അങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് നിങ്ങളുടെ ഇൻറ്റേൺഷിപ്പ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾ ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു 30,000 to 70,000 വരെ നിങ്ങൾക്ക് കിട്ടാം. അപ്പോൾ ഇത് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും എന്ന് പറഞ്ഞാൽ, അപ്പം ഒന്നാമതായിട്ട് ഇത് എങ്ങനെയാണ് ഈ റേഞ്ച് പറയുക, ശരിക്കും എല്ലാവരും ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരേ സാലറി ആയിരിക്കണ്ടേ? അതല്ല, അത് ഓരോ സ്റ്റേറ്റിനനുസരിച്ചിട്ട് ഇതിലുള്ള വ്യത്യാസം ഉണ്ടാവും. രണ്ടാമത്തേതായിട്ട് നിങ്ങൾ ഏത് കോളേജിൽ നിന്നാണ് നിങ്ങൾ MBBS ചെയ്തത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ എയിംസ് എന്ന് MBBS കഴിഞ്ഞ് വരുന്ന ഒരു ഡോക്ടർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സാലറി ഇതായിരിക്കില്ല. ഇനി നിങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജിൽ നിന്ന്, ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ നിന്ന് നിങ്ങൾ MBBS കഴിഞ്ഞൊരു ഡോക്ടർ ആണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള വ്യത്യാസം ഉണ്ടാവും. നിങ്ങളൊരു പ്രൈവറ്റ് കോളേജിൽ നിന്ന് MBBS കഴിഞ്ഞതാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള സാലറിയിലുള്ള ഡിഫറൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ നമ്മൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽ പ്രൈവറ്റ് ഹോസ്പിറ്റലാണോ ഗവൺമെൻറ് ഹോസ്പിറ്റലാണോ എന്നതിനനുസരിച്ചും വ്യത്യാസം ഉണ്ടാകും. ഓക്കെ, പ്രൈവറ്റ് സെക്ടറൊക്കെ ആണെങ്കിൽ ഒരു 40 to 50K വരെ പോകും. ആൻഡ് ഗവൺമെൻറ് സെക്ടർ ആണെങ്കിൽ 50 to 70. ഇതിലും വേരിയേഷൻസ് ഉണ്ടാവാം മിസ് നേരത്തെ പറഞ്ഞ ഫാക്ടേഴ്സിൽ. ഇനി
നിങ്ങളിനിയിപ്പം MBBS കഴിഞ്ഞു, നിങ്ങൾ വർക്ക് ചെയ്യാനല്ല ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ അതിൻ്റെ PG ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. പോസ്റ്റ് ഗ്രാജുവേഷൻ ആണ് PG. അപ്പോൾ പോസ്റ്റ് ഗ്രാജുവേഷൻ, എനിക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യണം, ഞാൻ പഠിക്കാൻ പോവുകയാണ്, പോസ്റ്റ് ഗ്രാജുവേഷനെ തന്നെയാണ് നമ്മൾ MD അല്ലെങ്കിൽ MS എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് ചേരണം, എനിക്ക് അഡ്മിഷൻ താന്ന് പറഞ്ഞാൽ എവിടെയും കിട്ടില്ല. നമ്മൾ അതിന് വീണ്ടും എന്ത് ചെയ്യണം? എൻട്രൻസ് എക്സാം എഴുതണം. അപ്പോൾ അതിൻ്റെ എൻട്രൻസ് എക്സാമാണ് നമ്മളുടെ NEET PG എന്ന് പറയുന്നത്. ഓക്കെ, NEET PG എന്ന് പറയുന്നത്. അത് എഴുതി കഴിഞ്ഞ് നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒന്നുകിൽ MD അല്ലെങ്കിൽ MS എടുക്കാം. രണ്ടും PG ആണ്. MD എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡോക്ടർ ഓഫ് മെഡിസിൻ ആണ്. ആൻഡ് MS എന്ന് പറയുമ്പോൾ മാസ്റ്റർ ഓഫ് സർജറി ആണ്. അതായത് സർജറി റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് നിങ്ങൾ പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ MS ആണ് എടുക്കുക. അതല്ല ജനറൽ മെഡിസിൻ പോലത്തെ സർജറി ഇല്ലാത്ത ആ ടൈപ്പ് ഓഫ് മെഡിസിൻസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ MD ആണ് എടുക്കുക. ഓക്കെ, അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ എന്ത് വരുന്നത്? MD MS വരുന്നത്. രണ്ടും PG കോഴ്സുകളാണ്. രണ്ട് കോഴ്സുകളുടെയും ഡ്യൂറേഷൻ വരുന്നത് 3 years ആണ്. റെഡി? അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന സാലറി, അതായത് നിങ്ങൾ PG ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സ്റ്റൈപ്പൻഡ് ഉണ്ടാകും. ആ സ്റ്റൈപ്പൻഡും ഒരു എന്താണ് 50, 60, 70 ആ ഒരു റേഞ്ചിൽ തന്നെ നിങ്ങൾക്ക് സ്റ്റൈപ്പൻഡ് ഉണ്ടാകും. മിസ് പറയുന്നത് നിങ്ങൾ PG ചെയ്ത് കഴിഞ്ഞു, MD അല്ലെങ്കിൽ MS ചെയ്ത് കഴിഞ്ഞ് ഇറങ്ങുന്ന ഒരു ഡോക്ടർക്ക് കിട്ടുന്ന സാലറിയാണ്. അതൊരു 80,000 to 2 lakhs per month വരെ പോവാം, ഫ്രഷർ ആണെങ്കിൽ കൂടെ. ഇതും എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? നിങ്ങൾ എവിടുന്ന് MD ചെയ്തു. ഇപ്പോൾ ഫോറിൻ കൺട്രീസിനൊക്കെ MD ഒക്കെ ചെയ്ത് വരുന്ന ആൾക്കാർക്കാണെങ്കിൽ സാലറിയിൽ വ്യത്യാസം ഉണ്ടാകും. ഓക്കെ, അപ്പം അതിനെ ഡിപ്പെൻഡ് ചെയ്യും. രണ്ടാമത്തത് നിങ്ങൾ ഏത് കോളേജാണ്. ഓക്കെ, നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് അതിനേക്കാളും മുമ്പ് നിങ്ങൾ MD എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ, അതായത് MBBSന് ശേഷം നിങ്ങൾ 2 വർഷം വർക്ക് ചെയ്തു, അതിനുശേഷമാണ് നിങ്ങൾ PGക്ക് പോകുന്നതെങ്കിൽ അതും ഡിഫറൻസ് ഉണ്ടാക്കും. ഇതിനൊക്കെ മാറ്റർ ചെയ്യും നിങ്ങളുടെ സാലറി എന്ന് പറയുന്നത്. ഓക്കെ, അതും തന്നെ ടോപ്പ് പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലൊക്കെ ആണെങ്കിൽ നമുക്കൊരു 2 to 5 lakh per month വരെ കിട്ടും. ഓക്കെ, ആൻഡ് ഈ ഡോക്ടേഴ്സിൻ്റെ ഈ സാലറി എന്ന് പറയുന്നത് നിങ്ങൾ ഹോസ്പിറ്റൽസിൽ നിന്ന് ഏൺ ചെയ്യുന്നത് മാത്രമായിരിക്കില്ല, നിങ്ങൾക്ക് പ്രൈവറ്റായിട്ട് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് നോക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ ഏൺ ചെയ്യുന്നതും ഉണ്ടാകും. റെഡി? ഇനി ഇതുമല്ല, നിങ്ങൾ PGയും കഴിഞ്ഞു, നിങ്ങൾ വർക്ക് ചെയ്യാനല്ല ആഗ്രഹിക്കുന്നത്, നിങ്ങൾ സൂപ്പർ സ്പെഷ്യലൈസേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ്? അതും ഡ്യൂറേഷൻ 3 years ആണ് കോഴ്സ് വരുന്നത്. അപ്പം നിങ്ങൾ MD ആണ് എടുത്തതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം? DM എടുക്കും. ഓക്കെ, നിങ്ങൾ MS ആണ് എടുത്തതെന്നുണ്ടെങ്കിൽ നിങ്ങൾ MCH ആണ് ചെയ്യുക. ഓക്കെ, സർജറിയുടെ അതിൻ്റെ തന്നെ സൂപ്പർ സ്പെഷ്യലൈസേഷൻ ആണ് MCH എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പർ സ്പെഷ്യലൈസേഷൻ MCH അല്ലെങ്കിൽ നമ്മളുടെ DM ആണ് നിങ്ങൾ കഴിയുന്നതെന്നുണ്ടെങ്കിൽ അപ്പോൾ വീണ്ടും ഒരു 3 വർഷം കഴിഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഫ്രഷർ ആണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഈസിലി എത്ര കിട്ടും? മന്ത്ലി 2 to 5 lakhs കിട്ടും. ഇനി അതല്ല, നിങ്ങൾ ഭയങ്കര ഹൈലി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 10 lakhs per month വരെ പോകാം. ഇനി ഇത് സിറ്റീസ് അനുസരിച്ച് വീണ്ടും മാറും. അപ്പോൾ നിങ്ങൾ എയിംസ് പോലത്തെ ഹോസ്പിറ്റലാണ്, അല്ലെങ്കിൽ മുംബൈ, ഡൽഹി, ബാംഗ്ലൂർ ഒക്കെയുള്ള ടോപ്പ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസിലൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ സാലറി എത്ര പോകും? 1 to 2 crore per year വരെ നിങ്ങൾക്ക് മാറാം. ഇതെന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? നിങ്ങളുടെ എക്സ്പീരിയൻസ് കൂടുന്നതിനനുസരിച്ച് നിങ്ങളുടെ സാലറിയും കൂടും. നിങ്ങൾ എത്രത്തോളം എക്സ്പേർട്ടാണല്ലേ? ചിലപ്പോൾ ആ ഒരു ഡോക്ടറുടെ അപ്പോയിൻമെൻറ്റ് കിട്ടാൻ അത്രയധികം ആൾക്കാരുണ്ട്. ആൻഡ് നിങ്ങൾ അത്രയും എക്സ്പേർട്ടായിട്ടുള്ള ഡോക്ടറാണെങ്കിൽ നിങ്ങളുടെ സാലറിയിൽ വീണ്ടും വ്യത്യാസം വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യുന്ന വർക്ക് ഏറ്റവും അടിപൊളിയാണ്. നമ്മൾ ഒരു എക്സ്പേർട്ടാണ്. നമ്മൾ ചികിത്സിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ രോഗികളുടെ അസുഖം മാറുന്നുണ്ട്. നിങ്ങൾ വലിയ എക്സ്പീരിയൻസ്ഡ് ആണ്. അപ്പം നിങ്ങളോട് എല്ലാവരും നമ്മൾ പറയുന്നുണ്ട്, നിങ്ങൾ നല്ല മെഡിക്കൽ കോളേജിൽ തന്നെ കയറണം, നിങ്ങൾ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ പഠിക്കണം, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലുള്ള ഗവൺമെൻറ് കോളേജസിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കണം. ഇതൊക്കെ പറയാനുള്ള കാരണം നിങ്ങൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ നിന്ന് പഠിച്ചിറങ്ങുന്നു അത് നിങ്ങളുടെ സാലറിയിലും നിങ്ങളുടെ എക്സ്പീരിയൻസിനെയും മാറ്റർ ചെയ്യും. ഇപ്പോൾ ഒരു ഗവൺമെൻറ് കോളേജിൽ പഠിച്ചിറങ്ങുന്ന ഒരാൾക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരിക്കും. കാരണം ഗവൺമെൻറ് കോളേജസിൽ മിക്കവാറും എല്ലാ അസുഖമുള്ള ആൾക്കാരും കയറി ഇറങ്ങും. അവരൊക്കെ മനസ്സിലാക്കാനും അവരുടെ സിംറ്റംസും കാര്യങ്ങളൊക്കെ പഠിച്ച് നമുക്ക് എക്സ്പീരിയൻസ്ഡ് ആവാൻ പറ്റും. അപ്പോൾ അതെന്തായാലും നിങ്ങളുടെ വർക്കിലും നിങ്ങൾക്ക് റിഫ്ലക്ഷൻ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ അതൊക്കെ മാറ്റർ ചെയ്യും നിങ്ങളുടെ സാലറിയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് മിസ് കരുതുന്നു. ക്ലിയർ ആയെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ആൻഡ് നന്നായിട്ട് പഠിക്കുക. ഒരു പ്രൈവറ്റ് കോളേജിൽ പൈസ കൊടുത്ത് അഡ്മിഷൻ എടുത്താൽ നിങ്ങൾക്ക് സീറ്റ് കിട്ടുമായിരിക്കും, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ അത് നിങ്ങൾക്ക് ഒരിക്കലും ഒരു എക്സ്പീരിയൻസ് കൊണ്ടുതരില്ല. നിങ്ങൾക്ക് ആ ഒരു ഡിഗ്നിറ്റി ഗവൺമെൻറ് കോളേജിൽ അല്ലെങ്കിൽ എയിംസിൽ പഠിച്ച ഒരു ഡിഗ്നിറ്റി കൊണ്ടുതരില്ല. സോ ആത്മാർത്ഥമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, അതിനുവേണ്ടി പഠിക്കുക. അങ്ങനെ നിങ്ങൾ നേടിയെടുക്കുന്ന ആ മെറിറ്റ് സീറ്റിലൂടെ തന്നെ നിങ്ങൾ എന്ത് വരട്ടെ,
നമ്മളുടെ ഈ ഒരു ഫീൽഡിലേക്ക് കയറട്ടെ. എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. ഇനി നമുക്ക് നമ്മുടെ എക്സാമിനറിൻ്റെ കൂടെ പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങളൊരു +2 സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വേദ ബാച്ച് ഉണ്ട്, നിങ്ങളുടെ ഉയരെ ക്ലാസ്സും നീറ്റ് ക്ലാസ്സും കിട്ടും. നിങ്ങളൊരു +1 സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ പൃഥ്വി ബാച്ച് ഉണ്ട്. താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. അടിപൊളിയായിട്ട് പഠിക്കാം. ഓൾ ദി വെരി ബെസ്റ്റ്.